ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ സിറ്റി ലാൻഡ് മോളിലാണ് കേട്ടോ വന്നേക്കുന്നത്. ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് അർജു എന്നെ പിക്ക് ചെയ്യുന്നത്. ചുമ്മാ എവിടെയും കറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വരണം എന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു. സോ ഇന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, വെറുതെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നോക്കാം. അടുത്തതായിട്ട് ഭയങ്കര കാറ്റാണ്, നമുക്ക് ഉള്ളിലേക്ക് പോവാം അല്ലേ? ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഈ മോളിലുള്ള നിന്ന് ഷോപ്പ് ചെയ്യാനോ ഒന്നുമല്ല കേട്ടോ. അവിടുത്തെ പുറത്ത് കുറച്ച് നാച്ചുറൽ ഇൻസ്പയർഡ് ആയിട്ട്, നാച്ചുറൽ എന്തൊരു വേർഡുണ്ടായിരുന്നു, ഞാൻ അത് മറന്നു. അങ്ങനെയാണ് വരുന്നത് സെറ്റ് ചെയ്തേക്കുന്നത്, അത് കാണാൻ വേണ്ടിയിട്ടാണ്. നിറയെ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിറാക്കിൾ ഗാർഡനിലുള്ള സ്വീറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ് അവിടെ. ഈദായതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവരും ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയതാണെന്ന് തോന്നുന്നു. നല്ല റഷ് ഉണ്ട് ഇവിടെ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഔട്ട്ഡോർ വ്യൂസിനൊക്കെ പറ്റി. സോ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരാളിവിടെ മുകളിലെത്തിയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ കുറച്ച് ലൈറ്റ് കൂടുതൽ. ഞാനും മുകളിലോട്ട് പോട്ടെ, ഇവിടെ ഇരുട്ടായി തുടങ്ങി. ഈ ഒരു ഏരിയ അവര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മുകളിലൂടെ പടർന്നു പോയിരിക്കുന്ന ഈ ചെടി നാച്ചുറൽ ആണ് കേട്ടോ, ആർട്ടിഫിഷ്യൽ അല്ല. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണെന്ന്. പക്ഷെ പിന്നെ ഞാനൊന്ന് തൊട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നാച്ചുറൽ പ്ലാന്റ് തന്നെയാണെന്ന്. പിന്നെ ഈ മുകളിൽ ഈ അമ്പലം വെച്ചിട്ടുള്ള ഡിസൈനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അതുവഴിയൊക്കെ നടക്കുമ്പോൾ. ഇതേപോലെ സെറ്റ് ചെയ്തേക്കുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട് ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് കേട്ടോ അത്. ഇവിടെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഞങ്ങൾ കുറച്ചേ കവർ ചെയ്തുള്ളൂ. ഇപ്പോൾ ഇരുട്ടാവാറായി. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓൺ വോയിസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ആക്ച്വലി. കണ്ടോ, ഭയങ്കര ഒരു നാട്ടിലൊക്കെ നമ്മൾ ഒരു റിസോർട്ടിലൊക്കെ പോയി നടക്കുന്ന അതേ ഒരു ഫീല്. ഇവരെല്ലാം നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാട്ടില് വരല്ലേ വയ്യ നീ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ദുബായിൽ വന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ മരങ്ങളൊക്കെ ചെറിയ മരങ്ങൾ നട്ട് അത് വളർന്ന് വലുതായി ഈ വലിയ മരമായിട്ട് അവിടെ നിൽക്കുകയെന്നായിരുന്നു. പക്ഷെ ഇവരിങ്ങനെ വലിയ മരങ്ങൾ തന്നെയാണ് കേട്ടോ ഓരോ സ്ഥലത്തും കൊണ്ടുവയ്ക്കുന്നത്. അതൊക്കെ പെട്ടെന്ന് അവിടെ വളർന്നോളും, അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു പോണ്ട് ഏരിയയും കൂടെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങള്. ഇവിടെ ടൈം ഇപ്പോൾ 6:30 ആവാനായി കേട്ടോ. അതിന്റെ ഈ ലൈറ്റിങ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ മോൾസിന്റെ അകത്ത് ഷോപ്പൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ വെച്ചു ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല ഭംഗി, നല്ല ഫുൾ ഗ്രീനറി ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തതെന്ന് തോന്നുന്നു. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. It's so nice. ഇതാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്.
എൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അതായത് ഫ്രഞ്ച് സ്റ്റൈലിൽ വരുന്ന കുറേ ബിൽഡിങ്സ്, പിന്നെ അതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ആയിട്ടുള്ള സ്ഥലമാണ്, അതിൻ്റെ നടുവിലായിട്ടാണ് ഈ ഏരിയ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കുറേ ബിൽഡിങ്സ്, അതെല്ലാം ഫ്രഞ്ച് സ്റ്റൈൽ ബിൽഡിങ്സ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ കുറേ ഗ്രീനറി ആയിട്ട് കുറേ മരങ്ങൾ, ഫ്ലവേഴ്സ്, വേറെ കുറേ ചെറിയ പ്ലാന്റുകൾ, അങ്ങനെ എല്ലാം വെച്ചിട്ട് ഒരു മിക്സ് ആയിട്ട് ഒരു ഏരിയ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാൻ വേണ്ടിയിട്ടെന്ന്. ഞങ്ങൾ ഈവനിങ് ആയിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ സൺസെറ്റ് ടൈമും കൂടി ആയപ്പോൾ ഒന്നുകൂടെ ഒരു രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇങ്ങനെ നടന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മൊത്തമായിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല, പക്ഷേ ഇഷ്ടപ്പെട്ട ഏരിയാസ്, ചില ഏരിയാസിനോട് നമുക്ക് കൂടുതലായിട്ടൊരു ഇഷ്ടം തോന്നുമല്ലോ, ആ ഏരിയയിലാണ് ഞങ്ങൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തെവിടെയാ നല്ല സ്ഥലം ഒന്ന് നോക്കി നടക്കുന്നവർക്ക് ഈ ഒരു സ്പോട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്ഥലം വന്നാൽ ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും ഇപ്പൊ വലിയ ആളുകൾക്ക് തന്നെ ആയാലും എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. ആദ്യം ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല, പിന്നെ എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ ഒന്നുകൂടെ അടുത്ത് പോയി നോക്കിയപ്പോൾ നമ്മുടെ പുളിമരം, അവര് ഭയങ്കര സംഭവമായിട്ട് ഇവിടെ വളർത്തിയേക്കുക പുളിമരത്തിന്. ഞാൻ അടുത്ത് പോയി ഒന്നുകൂടെ നോക്കി ഇത് പുളിമരം തന്നെയാണോ എന്ന്. പിന്നെ ശരിക്കും എനിക്കെന്തോ അത്ഭുതമായി. ഞാനിവിടെ ഇങ്ങനെ പുളിമരം ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഈ മോളിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ല, ഇത് അതിന്റെ പുറകിലായിട്ടാണ് ആക്ച്വലി വരുന്നത്. നമ്മൾ മോളിൽ എൻട്രി ചെയ്തിട്ട് അതിന് പുറകിലൊരു എൻട്രൻസ് കൂടെ വരുന്നുണ്ട്. ആ എൻട്രൻസ് എടുക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആക്ച്വലി. ഞാൻ ഉള്ളിൽ പെട്ടെന്ന് കയറിയപ്പോൾ വിചാരിച്ചു, അയ്യോ ഇതെന്താ ഈ മോൾ ഇന്ന് ക്ലോസ്ഡ് ആണോ. ഉള്ളിൽ ഒരു കാര്യമായിട്ട് ഷോപ്പുകളൊന്നും കണ്ടില്ല, കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ ഷോപ്സും പിന്നെ ഇങ്ങനെ പോപ്കോൺ അങ്ങനെയൊക്കെയുള്ള ഷോപ്സ് ഒക്കെ കണ്ടുള്ളൂ കേട്ടോ. പക്ഷേ ഉള്ളിൽ കയറി ഓപ്പോസിറ്റ് സൈഡിലെ ഡോറിൽ തിരിച്ചിറങ്ങുമ്പോൾ ആണ് ഈ ഒരു വേൾഡ് തന്നെ ഇവിടെ ഉള്ളത്. എന്താ ഫുൾ മരങ്ങൾ, കിളികൾ. നാട്ടിൽ പോയൊരു ഫീൽ ഉണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ലേ കിളികളുടെ കിളി 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 കിളി. നല്ല രസമുണ്ട് ഇതുവഴി നടക്കാനായിട്ട്. അത് ഏത് മരത്തിനും നോക്കട്ടെ വല്ലത് കിളികളെയും കാണാൻ പറ്റും. ഇതിന്റെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും, കാരണം ഇതിങ്ങനെ ഒരു കൂട്ടായിട്ട് വളരുന്ന മരങ്ങളാണ്. നോക്കട്ടെ വല്ലതിനും കാണുന്നുണ്ടോ. ഇതിനെയും കാണാൻ പറ്റുന്നില്ല, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇത് കണ്ടോ, മരങ്ങൾ ഇങ്ങനെ കൂട്ടായിട്ടാണ് വളരുന്നത്, അതിന്റെ ഇടയിലാണ് ഈ കിളികളിരിക്കുന്നത്. സൗണ്ട് കേൾക്കുന്നത് വിചാരിക്കുന്നു. ഭയങ്കര പീസ്ഫുൾ ഏരിയ കേട്ടോ. എന്നുവെച്ചാൽ നമുക്കിപ്പോ ഈവൻ നമ്മൾ സിംഗിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ കൂടെ നമുക്ക് ഇരുന്നിട്ട് കുറച്ചൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. നമ്മൾ ചില ദിവസം നമുക്ക് വേണ്ടി മാറ്റി വെക്കാറില്ല. അങ്ങനെയുള്ള ടൈമില് അങ്ങനെയുള്ള ടൈമാണെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഓക്കെയാണ് കേട്ടോ. എനിക്ക് ആ കിളികളെ കൂടെ വീഡിയോയിൽ കിട്ടണമെന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് തിങ്ക്. ഭയങ്കര ചെറുതാണ്, നേരിട്ട് കാണാനേ കിട്ടുന്നുള്ളൂ. അതിന് വീഡിയോയിൽ ഞാൻ സൂം ചെയ്തിട്ടും വലിയ കാര്യം എന്തെങ്കിലും തോന്നുന്നില്ല. പിന്നെ അടിയിലോട്ട് അധികം പോകുന്നില്ല, തലയിലോട്ട് എന്തൊക്കെയാ വീഴാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പം ഒരുപാട് ആഗ്രഹിച്ചൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഈ ഇങ്ങനെ മരങ്ങളും പച്ചപ്പൊക്കെ നിറഞ്ഞത്. കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വന്നിട്ട് UAE വന്നിട്ടാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ നാട്ടിലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അവിടുന്ന് നോക്കിയപ്പോൾ ഈ ഒരു ഏരിയ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ ചാടി ഇറങ്ങി വന്നതാണ്, ഒന്നും നോക്കിയില്ല. പിന്നെ ഞാൻ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഏരിയ കാണുന്നത്. അപ്പോ നേരെ ചാടി ഇറങ്ങി ഇന്ന് പോന്നു. അർജു വിളിക്കുന്നുണ്ട് കേട്ടോ, എന്നെ കാണാത്തോണ്ടാവാനാണ് ചാൻസ്. എടുത്തു നോക്കട്ടെ. എനിക്ക് ഫ്ലവേഴ്സ് വരുന്ന ഏരിയനെക്കാട്ടും ഇഷ്ടമായത് ഈ ഒരു ട്രീസ് മാത്രമുള്ള ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഫ്ലവേഴ്സ് നമ്മൾ നോർമലി ഇവിടെ എല്ലാ സ്ഥലത്തും കാണുന്നതാണ്, പക്ഷെ ഇത്ര ഇങ്ങനെ ബൾക്കായിട്ട് ട്രീസ് ഇവിടെ അധികം കാണാറില്ല. അതുകൊണ്ട് ഇവിടെ എനിക്ക് ഈ ഒരു ഏരിയ ആണ് കുറച്ചുകൂടി ഇഷ്ടമായത് മറ്റുള്ള ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ. ഭയങ്കര നാട്ടിലൊത്തിരി ഫീൽ ഉണ്ട്. ഈ നാട്ടില് പാർക്കിലൊക്കെ പോയില്ലേ, അതേപോലെ തന്നെയുണ്ട്, ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. എനിക്ക് ഓർമ്മയുണ്ട് നാട്ടിലാകുമ്പോൾ നമ്മള് കാലിക്കറ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഈവനിങ് ഒക്കെ പാർക്കിലൊക്കെ പോയിരിക്കുമായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പോൾ അതേ ഒരു ഫീലിംഗ് കേട്ടോ ഇവിടെ വന്നപ്പോൾ.
അർജു എവിടെയുണ്ടോ? കാണുന്നേ ഇല്ല. ഞാനാണെങ്കിൽ ഈ മരങ്ങളൊക്കെ കണ്ടപ്പോ നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങ് വന്നു. ഞാൻ ഈ ഹരിതാഭയും പച്ചപ്പൊക്കെ കുറച്ച് അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. എത്ര 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 നല്ല വ്യൂസ് കണ്ടാലും ഇങ്ങനത്തെ ഒരു വ്യൂ കാണുമ്പോൾ ഞാൻ എന്തായാലും അവിടെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. ഇഷ്ടമാണ് ഇങ്ങനത്തെ എന്താണ് ഈ മല, കുന്ന്, കാട്, തോട്, പുഴ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൈ വേദനിക്കുന്നു കേട്ടോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നിട്ട്. സംഭവം ഇവിടെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇനി വീഡിയോന്റെ ക്ലാരിറ്റിയും കുറഞ്ഞു തുടങ്ങും, കാരണം ആ ഒരു ലൈറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നിയത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ കേട്ടോ. ബാക്കി എല്ലാ ഏരിയയും കൊള്ളാം, പക്ഷെ മോർ എനിക്ക് ഐ ലൈക്ക് ദിസ് ഏരിയ മോർ ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നാട്ടിലെത്തിയ ഒരു സുഖം. ഈ ചെടി, ഇവിടെയുള്ള മിക്ക ചെടികളും ഞാൻ ചെറുതായിരുന്നപ്പോ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ അച്ഛമ്മയൊക്കെ നട്ട് വളർത്തിയിരുന്ന കുറെ ടൈപ്പ് ഓഫ് ഈ ഇലച്ചെടികളുണ്ട്. ഫ്ലവർ വരാത്ത, ജസ്റ്റ് ഇല മാത്രം വരുന്ന അങ്ങനത്തെ ഒരുപാട് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് അല്ല, ഇലച്ചെടികൾ അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ ഇവിടെ. അർജു എന്നെ കണ്ടുപിടിച്ച് വരുന്നുണ്ട്. എവിടെയായിരുന്നു? അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ ഈ സ്ഥലത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. സ്ഥലത്തിന് ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു നമ്മളൊന്ന് ആക്റ്റീവ് ആവുന്ന പോലെ തോന്നും. അങ്ങനെ ഇന്നത്തെ ഒരു ഈവനിങ് ഭയങ്കര ഒരു മെമ്മറി ആയിട്ട് എനിക്ക് എന്നും ഉണ്ടാവും കേട്ടോ. ഈ പ്ലേസും ഈ ഞാനിവിടെ സ്പെൻഡ് ചെയ്ത ടൈമും എല്ലാം. സോ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അടുത്തൊരു വ്ളോഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ.